എന്തെല്ലാം ജാതി അനാചാരങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്? അല്ലോ, അത് ഏറ്റവും കൂടുതൽ നടന്നതോ നേർച്ച വഴിപാട് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് അല്ലേ? അതിന് പിന്നെ നീർച്ചയിൽ അനാചാരം ഒഴിവാക്കണം നടന്നു. നീർച്ച തന്നെ അനാചാരം. ഇങ്ങനെ നീർച്ച എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതെന്തിനുള്ള അറിയോ? മൻ നദറബി വൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് നീർച്ചയാക്കിയാൽ സാറ മുർത്തദ്ദ, ഓ ഇസ്ലാമിന്ന് പുറത്തുപോയി എന്നാ ഇസ്ലാമിന്റെ ഹുക്കും. ഇസ്ലാമിന്ന് പുറത്തുപോയി. രണ്ടാം പാടില്ല. നേർച്ച എങ്ങനെ ഉണ്ടാകുന്നത്? ഖബർ സിയാറത്ത് ഉണ്ടാകണ്ട. ഖബർ സിയാറത്ത് ഇസ്ലാമിൽ ഏറ്റവും സുപ്രധാനമായ സുന്നത്താണ്. അത് നിങ്ങൾ അറിയണം കേട്ടോ. മുജാഹിദുകൾ ഖബർ സിയാറത്ത് ഒരിക്കലും എതിർക്കണില്ല കേട്ടോ. ഖബർ സിയാറത്ത് ഏറ്റവും ശക്തിമത്തായ സുപ്രധാനമായ സുന്നത്താണ്. പക്ഷെ ആരെ ഖബറാ സിയാറത്ത് ചെയ്യുന്നറിയോ? സ്വന്തം ജന്മം നൽകി വിട്ടുപിരിഞ്ഞു പോയി പോറ്റി വളർത്തിയ നമ്മളെ ഉമ്മയും ബാപ്പിയൊക്കെ അല്ലേ, അവരുടെ ഖബറാ സിയാറത്ത് ചെയ്യേണ്ടത്. നമ്മളെ മക്കളില്ലേ, ഓല ഖബറാ സിയാറത്ത്. നമ്മളെ കുടുംബാംഗങ്ങളില്ലേ, ഓല ഖബറാ സിയാറത്ത് ചെയ്യേണ്ടത്, സന്ദർശിക്കേണ്ടത് കേട്ടോ. നമ്മളുടെ സുഹൃത്തുക്കൾ ഖബറില്ലേ, അതെ നമ്മൾ പോയി കാണും, സന്ദർശിക്കേണ്ടത്. ഖബർ സിയാറത്ത് നിങ്ങൾ വിചാരിച്ചത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഖബർ സിയാറത്ത് എന്തിനല്ല അറിയോ? ഫൈന്നഹാ തുദക്കിറുൽ മൗത, മരണത്തെക്കുറിച്ച് ഓർക്കുവാനോ, ഫൈന്നഹാ തുദക്കിറുൽ ആഖിറ, പരലോകത്തെക്കുറിച്ച് ഓർക്കുവാനോ, ഫൈന്നഹാ തുസ്ഹിദു ഫിദ്ദുനിയ, ഐഹിക ലോകത്തോട് വിരക്തി ജനിപ്പിക്കാനോ വേണ്ടിയല്ല നമ്മൾ ഖബർ സിയാറത്ത് ചെയ്യുന്നത്. ഇസ്ലാം ഖബർ സിയാറത്ത് ചെയ്ത് സുന്നത്താക്കിയത് മരിച്ചുപോയ നമ്മളുടെ ഉപ്പ, നമ്മളെ മയ്യത്ത്, നമ്മളെ ഉപ്പാന്റെ മയ്യത്ത് തോളിലേറി നമുക്കൊരുപാട് സൗകര്യങ്ങൾ ചെയ്ത് നമ്മളുടെ ഒപ്പം ഒരു നാൾ യാത്രയായി ആ മയ്യത്തും ചുമലിലേറി നമ്മൾ ഖബർസ്ഥാനത്ത് ചെന്നു. അദ്ദേഹത്തിന്റെ മാറിടത്തിലേക്ക് 3 പിടി മണ്ണ് വാരിയിട്ട് തിരിച്ചു നടന്ന നമ്മൾ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നേരെ മറിച്ച് അവിടെ നമ്മൾ ചെന്ന് അസ്സലാമു അലൈക്കും യാ അബി, എൻ്റെ ഉപ്പ നിങ്ങൾക്ക് അള്ളാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മക്കൾ വന്നാൽ ആ മകന് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവില്ലേ? പടച്ചോനെ, എൻ്റെ ഉപ്പയാണ് ഈ കിടക്കുന്നത്, ഈ ദുനിയാവിൽ ഒരുപാട് സുഖസൗകര്യങ്ങൾ നോട്ടി നുണച്ച അദ്ദേഹം ഇന്നിത് അവിടെ കിടക്കുകയാണ്, നാളെ ഞാനും അല്ലേ? അതല്ലേ നമ്മൾ പറഞ്ഞത്? നമ്മൾ ഖബർ സിയാറത്ത് ചെയ്താൽ അസ്സലാമു അലൈക്കും യാ അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളും മുഅ്മിനുകളുമായ ഖബറാളികളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ. എന്താ ഞങ്ങളിതാ നസ്അലുല്ലാഹു ലനാ വല അർത്ഥം അറിഞ്ഞാ പറയില്ല. ഇത് നമ്മളിപ്പോ അടുത്ത് തന്നെ വരാന്നോ? കുറച്ചുകൂടി ആയിട്ടെ. തെബിലീഗിന് പറയലുണ്ട്, തെബിലീഗിന്റെ ആൾക്കാരില്ലേ, ഓല് ഇങ്ങനെ നടക്കുന്നവരൊക്കെ ചോദിക്കുന്നത് മരിക്കണ്ടേ. അപ്പൊ ഒരാൾ പറഞ്ഞു എനിക്ക് കുറച്ചുകൂടി പോയുണ്ട്, ഈ പോയി മരിക്കുക. അതുപോലെ സാധാരണഗതിയിൽ ഈ ആളുകള് മരണത്തെക്കുറിച്ച് ഓർക്കാൻ, പരലോക ചിന്ത ഉണ്ടാവാൻ, ഐഹിക വിരക്തി ജനിപ്പിക്കാൻ ഖബർ സിയാറത്ത് ചെയ്യാൻ പറഞ്ഞു റസൂല്. ഇപ്പൊ ഖബർ സിയാറത്ത് ചെയ്യുന്നവരൊക്കെ എന്തിനായിട്ടുണ്ട്? ദുനിയാവ് നേടാൻ വരുവിൻ, സന്ദർശിക്കുവിൻ, എല്ലാം ശരിയാവും. ചില പൊട്ടന്മാരുണ്ടെങ്കിൽ അല്ലാ ഈ 1000ന്റെ നോട്ടൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് മൊട്ട നിർത്തിയ വാങ്ങി തങ്ങളെടുത്ത് കീസയിലേക്ക് പീടി വെക്കാൻ പോകുമ്പോൾ 990 രൂപ അന്ന് തന്നെ പോയി. ഉദ്ഘാടനത്തിൻ്റെ അങ്ങനെ പീടിയ ഉദ്ഘാടനം തങ്ങൾക്ക് 1000 ഞാൻ വെറുതെ പറഞ്ഞതാ. 1 ലക്ഷം ഉറുപ്പ്യൊക്കെ കൊടുക്കല്, 2 ലക്ഷം ഉറുപ്പ്യൊക്കെ കൊടുക്കുക തങ്ങന്മാർക്ക്. എന്നിട്ട് അതങ്ങോട്ട് കൊടുത്തിട്ട് മൊട്ട നിർത്തി വാങ്ങി കീസയിലേക്ക. എത്ര പോയ തന്നെ. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? നമുക്ക് ഈ ഖൈറും ഷെറും ആരാ തരുന്നത്? ഞങ്ങൾ മദ്രസന്ന് പഠിച്ചില്ലേ കൂട്ടരെ? ഖൈറും ഷെറും അള്ളാന്റെ പക്കൽ നിന്നാണെന്ന് അല്ലേ? നന്മയും തിന്നി അള്ളേ തരുന്നെന്ന് മദ്രസന്ന് പഠിച്ചില്ലേ? അത് വേറൊരാൾക്ക് തെടുക്കാൻ കഴിയില്ലെന്നല്ലേ? അല്ലാഹുമ്മ മാനിയ ലിമാ അഴ്ത്തൈത വലാ മൂത്തിയ ലിമാ മനഴ്ത്ത. പടച്ചോനെ, നീ തടഞ്ഞത് തടുക്കാനോ നീ തടുത്തത് തരാനോ ലോകത്താർക്കും സാധ്യമല്ല എന്ന് പറയുന്നത് നമ്മളാണ് എന്ത് ചെയ്യുന്നത്? ഇവരടുത്ത് ആ പൈസ കൊണ്ടേ കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഖബർ സിയാറത്ത് സന്ദർശിക്കുവിൻ, പെരുമ്പെട്ട പുത്തമ്പള്ളി ജാറം. കിട്ടുന്ന നേട്ടം സന്താന ലബ്ധി, ഉദ്ദേശലബ്ധി, പേപ്പട്ടി വിഷ നിവാരണം. പേപ്പട്ടിനെ കൊണ്ട് ഇറ്റികളെ കടിപ്പിക്കണം, എന്നിട്ടാണ് കൊണ്ടുപോകണം. അപ്പോളേ വിവരം അറിയുള്ളൂ. അല്ലാണ്ട് വയല് പറഞ്ഞ് നന്നാവൂല. എന്തെങ്കിലും ഇതൊന്നും പറ്റൂല കേട്ടോ. ഈ അവിടെ അങ്ങനെ ജാർസിനെ പോയി കെടുക്കുക. എന്തിന്? നമ്മൾ സാധാരണ നമ്മളെ മൊബൈലൊക്കെ ചാർജിലിട്ടില്ലേ, അതേമാതിരി ചാർജിലിട്ട് കെടുക്കുക, വലിച്ചെടുക്കാനേ കറാമത്ത്. എന്നിട്ട് സൗകര്യങ്ങൾ കൂട്ടാൻ, ദുബായ് യാത്ര ശരിയാകാൻ. ഒരിക്കൽ
കുറ്റിപ്പുറത്ത് ഞാനിങ്ങനെ പ്രസ്ഥാനം കഴിഞ്ഞ് രാത്രി വന്നപ്പോൾ കോഴിക്കോട്ടുകാരനായ ഒരാൾ അവിടെ ഒരു പിന്നെ ഒരു മുള്ളുള്ള എലിയേറ്റ് നിൽക്കുന്നുണ്ട്. ഞാനോട് ചോദിച്ചു, നിങ്ങൾ മോനെ എവിടുന്നാ വരുന്നത്? ഞാൻ മുനമ്പത്തെ ബീവിൻ്റെ അവിടെ നിന്ന് വരിക. അപ്പോൾ ഞാൻ എൻ്റെ താടിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് പറയാൻ പറ്റിയ ആളാണ്. ഞാൻ ചോദിച്ചു, മുനമ്പത്ത് നിങ്ങളാരാണ്? മുഹമ്മദ് ബീവി നിങ്ങൾക്ക് അറിഞ്ഞൂടാ? അത് എനിക്കറിയില്ല, നിങ്ങളെ അമ്മായി വേണോ ഉള്ളത് ചോദിച്ചാണ്. അപ്പൊ ഇവന്റെ ഈ ഇല കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലാക്കി ഇന്നോട്ടാ വരുന്നത്. ആ മുള്ളുള്ള ഇല അവിടെ ഉള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല മോനെ. അപ്പൊ ഞാൻ അങ്ങനെ മെല്ലെ മെല്ലെ തുടങ്ങി എൻ്റെ പണി. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയ എന്നോട് അതിന്റെ മുമ്പ് എന്നോട് പറഞ്ഞ വാക്കെന്താ അറിയോ? നിങ്ങൾ വണ്ടി കയറുന്ന വണ്ടിയിൽ ഞാൻ ഇല്ല, വണ്ടി മറിയുന്നു. പിന്നെ അടുത്ത വാചകം എന്റെ പുരയിലുണ്ട് വീട്ടില്ലല്ലോ പോലെ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞു, ഇജ്ജുള്ളോടത്തെ ഞാൻ കയറും, അത് ഉറപ്പാണ്. കാരണം എനിക്ക് ഈ 5 പാരാക്ക് അന്നെ കിട്ടിയിട്ട് ഈ BA വരെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് എന്തായാലും ഒന്ന് എന്ത് ചെയ്യണം, വാഷ് ചെയ്യണം. ഓനെ വാഷ് ചെയ്യാൻ വേണ്ടി വണ്ടിക്ക് കോഴിക്കോട് എത്തുന്നതിലിടക്ക് ഒരുപാട് സ്ഥലങ്ങളിലൂടെ മലബാറിൽ എങ്ങനെ നടക്കുക, എല്ലാവരും നിലത്ത് വരെ കെടുക്കുന്നുണ്ട്. അതിൽക്കൂടിയൊക്കെ ഞാനും ചാടിക്കാട്ടുമ്പോൾ വയ്യാതെ നടക്കുക. കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് എനിക്ക് തോന്നി ഇനിയിപ്പം നിൽക്കുക നല്ലത്. നിന്ന് ഓനോടൊരു അരമണിക്കൂർ സംസാരിച്ചു. പടച്ചോന്റെ കൃപ കൊണ്ട് വളരെ ഉന്നതനായ ഒരു മുവഹിദായ കുട്ടി തിരിച്ചു വന്നു. അള്ളാഹുവിന്റെ ഒരു ധ്വജവാഹകനായി ഇന്ന് എല്ലായിടങ്ങളിലും ഓനുണ്ട് കോഴിക്കോട്. അപ്പൊ അത് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ചില ആളുകൾക്ക് ക്ലിക്കാകാൻ കുറച്ച് താമസം ഉണ്ടാവും. ക്ലിക്കായാലോ നമ്മളെക്കാളും അസദുല്ലിലാഹായിരിക്കും, ഇലാഹിന്റെ സിംഹായിരിക്കും. കേട്ടോ, ബോധ്യപ്പെടാൻ കുറെ താമസം എടുക്കും ചിലതിനൊക്കെ. കേട്ടോ, അങ്ങനെ പെട്ടെന്ന് പോകൂല. കാരണം നമ്മളിങ്ങനെ ബോധിപ്പിക്കുമ്പോഴേക്കും മറ്റത് അപ്പുറത്ത് അങ്ങനൊന്നുമല്ലേ. നിങ്ങൾ ആലോചിക്കണം, അള്ളാഹു നാളെ പരലോകത്ത് നമ്മൾ വിഷമിച്ച് നിൽക്കുമ്പോൾ ഈ ഔലിയാക്കന്മാർ വന്ന് നമ്മളെ രക്ഷിക്കും. അപ്പോ ആൾക്കാർ എന്നാ പിന്നെ രക്ഷിക്കും ഒത്തക്കൂ യൗമല്ല ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്യാനല്ല ഖുർആനിലുള്ളത്. രക്ഷിക്കുന്നല്ല മൂപ്പര് പറഞ്ഞു, എന്നാ രക്ഷിക്കും. അങ്ങനെ ആൾക്കാർ പിന്നെ അപ്പോ ഞാൻ എൻ്റെ ഭാവനയിൽ ഇങ്ങനെ കണ്ടു. ഇപ്പൊ നമ്മൾ ഈ അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണല്ലോ. നാളെ പരലോകത്ത് നമ്മൾ എത്തി, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച ഒരുപാട് ആൾക്കാർ വേറി എത്തി. എല്ലാവരും കൂടി പരലോകത്ത് വന്ന് അങ്ങനെ വന്നപ്പോൾ അള്ളാഹു നമ്മളോട് അല്ല നിങ്ങളാരാ? നമ്മൾ മുജാഹിദ്. പഠിച്ചോ ചോദിച്ചോ, അതാരാ? മുജാഹിദ്. ശരി, അപ്പൊ നിങ്ങൾ ഇന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചല്ലേ? അത് ശരി. എന്റെ വേറുള്ള ആൾക്കാർ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചില്ല? പറ്റില്ല, ഇവിടെ പറ്റില്ല. എന്റെ എല്ലാവരും വിളിച്ച് പ്രാർത്ഥിച്ചു വരണ്ട. അപ്പൊ മറ്റോല് ഇവർക്ക് പറഞ്ഞു കൊടുക്കാറില്ലേ പോലെ നമ്മൾ ബദരീകളെ വിളിച്ച് പ്രാർത്ഥിച്ച ആൾക്കാർ ബദരീകളുടെ കോട്ട, അജ്ജ് കോട്ട പോലെ ബദരീകൾക്കുള്ള കോട്ട, മമ്പത്തക്കൾക്കുള്ള കോട്ട, അജ്മീറിലെ കോട്ടയ്ക്കുള്ള കോട്ട, മൊയ്തീൻ ഷേഖിന്റെ കോട്ട, ജിഫായ് ഷേഖിന്റെ കോട്ട, എല്ലാവരും കോട്ടയിൽ ഇങ്ങനെ സ്വർഗത്ത് പോവുക. നമ്മൾ ഇങ്ങനെ കൈയ്യട്ടി കുന്തം പോലെ നിൽക്കുക. കുടുങ്ങി പോവടാ വഹാബീന. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കോ കേട്ടോ. ഒല്ലമ്രു യൗമൈദില്ല, അന്ന് പരലോകത്ത് പരമാധികാരം അള്ളാക്കാണ്. ഒരാളും അവിടുന്ന് മുണ്ടൂല കേട്ടോ. ഇത് എന്റെ ആളാന്ന് പറയാൻ പറയുന്നോലെ എന്നെ പേടിച്ചുകൊണ്ട് തിരിക്കുക ഡൈവാള് കേട്ടാ. എന്റെ ആളാണ്. ആരാള്? റസൂലുള്ളാഹി പറഞ്ഞത് ഫാത്തിമത്ത് കിത്തിയത്ത് കബിരി, ഫാത്തിമന്റെ കരളിന്റെ കഷ്ണാണ്, ഇന്നിൽ നിന്ന് മുറിച്ച കണ്ടാണത്. അതറിയോ? എന്നിട്ട് ആ ഫാത്തിമാവിയോട് പറയാണ് റസൂലുള്ളാഹി, അൻകിരി നഫ്സക മിനന്നാർ, സ്വന്തം ശരീരം അല്ലാഹുവിന്റെ നരകാഗ്നിയിൽ നിന്ന് കേട്ടോ. അല്ലാതെ ഞാനും അള്ളാഹിന്റെ മുഹമ്മദാണെന്ന് പറഞ്ഞ അങ്ങോട്ട് വരണ്ട. പിന്നെ ഈ നമ്മൾ വലിയ വലിയ തേങ്ങയൊക്കെ ബോംബെക്കൊക്കെ കേട്ടുന്ന ടീമുണ്ടല്ലോ, ഓരൊക്കെ തേങ്ങ ഒന്നായിട്ടെടുത്തിട്ട് കൊണ്ടുപോണ്ടാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എല്ലാ തേങ്ങയും നല്ലതാണോ നോക്കാൻ ആർക്ക് കഴിയൂല? ഈ തേങ്ങന്റെ ഓണർക്ക് കഴിയൂല. അയ്യോ, അതുപോലെ ബദരീങ്ങളെ വയ്യിൽ നമ്മൾ നിന്ന് കുറച്ച് ആൾക്കാർ, കൊണ്ടുകൊടുത്തക്കളെ വയ്യിൽ കുറച്ച് ആൾക്കാർ, ഇവിടെയുള്ള കുറെ ഔലിയാക്കന്മാരില്ലേ ഓലൊക്കെ വയ്യിൽ കുറെ ആൾക്കാർ ഇങ്ങനെ നിന്ന് ഔലിയനെണ്ണി അവിടെ അതെല്ലാവരും കൂടി അതിന്റെ വയ്യാലോട് ബാക്കി. അള്ളെന്താ പറഞ്ഞു അറിയോ നമ്മളോട്? അനങ്ങാൻ കഴിയില്ല,
ഒരടി. അതല്ലേ ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസഅല അൻ 5 കാര്യങ്ങൾക്ക് മറുപടി പറയാണ്ട് പരലോകത്ത് അനങ്ങാൻ കഴിയില്ലെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ആരോടാണ്? ഞങ്ങള് വാൻ ഇൽമിഹി, പണ്ഡിതന്മാരോടാണ്. നമ്മളൊക്കെ പണ്ഡിതന്മാരെ കാണുമ്പോൾ ചില ആൾക്കാർ വേർക്കണ അറിയും, കൈ കൊടുത്താൽ നാക്കിട്ട് ഇങ്ങനെ തേക്കണാണ്. വെറുതെ തേക്കണ്ട, ഓനാ ആദ്യം കുടുങ്ങണോ. കാരണം നമുക്ക് ദുനിയാവില്ല, ആഹറുമില്ല, നമ്മൾ കുടുങ്ങി പോകൂലേ. അപ്പൊ നാളെ പരലോകത്ത് പടച്ചതമ്പുരാന്റെ കോടതിയിൽ രക്ഷപ്പെടണമെന്ന കൃത്യമായ ബോധത്തോടു കൂടിയാണ് ജനങ്ങളോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. ഹസ്രത്ത് ദുനിയാവല്ല, ആഹ്റയാവാനല്ല, ഇഹവും പരലും നഷ്ടപ്പെടാൻ വേണ്ടിയല്ല. ഞങ്ങൾ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നത് അന്ധവിശ്വാസമില്ലാത്ത, അനാചാരമില്ലാത്ത വളരെ മനോഹരമായ അള്ളാഹിന്റെ ദാസൻ സൃഷ്ടി, മനുഷ്യൻ, മുസ്ലിം എല്ലാവർക്കും വേണ്ടപ്പെട്ടവർ അങ്ങനെ ആക്കി മാറ്റാനാണ് കേട്ടോ. ഒരിക്കലും ഒരു വിധ്വംസക പ്രവർത്തനത്തിനും നമ്മൾ ജനങ്ങളോട് പറയില്ല. അപ്പോ പടച്ച തമ്പുരാന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഖബറിൽ കിടക്കുന്ന ആളുകളോട് അവർക്കൊന്നും നമുക്ക് ചെയ്തു തരാൻ സാധ്യമല്ല. അത് ചെയ്യുകയാണെങ്കിൽ റസൂലുള്ള സ്വന്തം മോളോടാ പറഞ്ഞ് നീ രക്ഷപ്പെടുത്തിക്കോ എന്റെ ശരീരം കേട്ടോ. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ മരിച്ച് പരലോകത്ത് വന്നു കഴിഞ്ഞാൽ ഔലിയാക്കന്മാരൊക്കെ കൂടി, അപ്പൊ അള്ളാഹ് എന്താ ചോദിക്കുന്നത്? നിങ്ങള് ഔലിയാക്കന്മാരുടെ ചോദ്യമുണ്ട്, ഖുർആനിൽ അള്ളാഹ് പറയുന്നുണ്ട്. ഔലിയാക്കന്മാരോട് അള്ളാഹു ചോദിക്കുന്നു, ആൻതും അവലൽത്തും ഇബാദി ഹൗലായി, എന്റെ ദാസന്മാരെ നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളാണോ അത് പറഞ്ഞവരെ വയ്യേൽപ്പിച്ചത്? നിങ്ങളാണോ? ഔലിയാക്കന്മാരോട് ചോദ്യം. ഖാലു, അവർ പറയുന്നു, സുബ്ഹാനക മാ കാന യംബഗി ലനാ അൻ നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയാ, നിന്നെ കൂടാണ്ട് ഔലിയാക്കന്മാരെ ഉണ്ടാക്കി കൊടുക്കൽ നമുക്ക് പറ്റിയ പണിയല്ല പടച്ചോനെ. നമുക്ക് പറ്റിയ പണിയല്ല. ഔലിയാക്കന്മാരുണ്ടാക്കി കൊടുക്കാൻ അവിടെ പറഞ്ഞ ജാറല്ല, വിഗ്രഹമല്ല, ഇവിടെ കല്ലുകളല്ല. മാ കാന യംബഗി ലനാ അൻ നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയാ, സൂറത്ത് ഖുർആനിൽ മറിച്ച് നോക്ക്. എന്നിട്ട് ഔലിയാക്കന്മാർ പടച്ചോനോട് പറയുന്നു, പടച്ചോനെ സത്യത്തിൽ ഞങ്ങളല്ല കാരണക്കാർ, നീ ഒലാക്കിൻ മത്തഴുത്തവും ആദാഹും, അള്ളാഹുവെ നിന്നെയല്ലാത്ത വിളിച്ചു പ്രാർത്ഥിച്ച സമൂഹത്തിന് അനവധി നിരവധി ഗുണങ്ങൾ, സൗകര്യങ്ങൾ, സൗഭാഗ്യങ്ങൾ നൽകി അവരെ വഴിവിഴപ്പിച്ചത് നീയാണ്, ഞങ്ങളല്ല. ഞങ്ങൾ പറഞ്ഞില്ല. അപ്പൊ ഈ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞ ആൾക്കാരെ കൊണ്ട് നമുക്ക് രക്ഷണ്ടാവില്ല. അതുപോലെ നമ്മൾ മുസ്ലിം സമൂഹത്തിലുള്ള ആൾക്കാർ ഈ ഒരു രോഗം വന്നാൽ, നമുക്കൊക്കെ രോഗം വരും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു മനുഷ്യന്മാർക്കൊക്കെ രോഗം വരും. നല്ല നല്ല മനുഷ്യന്മാർക്ക് ഇരട്ടി വരും. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പനിച്ചു കിടക്കുമ്പോൾ സഹാബി വന്ന് കാണാൻ വേണ്ടി വന്നപ്പോൾ പറഞ്ഞു, ഇന്നൊക്കെ തുഴക്ക് വഴക്കൻ ശരീര, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് നല്ലോണം പണിക്കുന്നുണ്ടല്ലോ. അപ്പൊ റസൂലുള്ളാഹി അജൽ, ശരിയാ, യുവാക്കു കമാ യുവാക്കു റജുലാനി മിൻകും, നിങ്ങൾക്കൊക്കെ രണ്ടാൾക്ക് പണിക്കുന്ന അത്ര എനിക്ക് പണിക്കുന്നുണ്ട്. അപ്പോൾ സഹാബി പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് ലക്കല്ല അജറും മറത്തിന് 2 കൂലിയും കിട്ടുമല്ലോ. അപ്പൊ റസൂൽ പറഞ്ഞു, അതെ അതും ശരിയാണ്, 2 കൂലില്ല. അപ്പം വിശ്വാസം എത്രമാത്രം ഉണ്ടാകുന്നു അത്രമാത്രം പരീക്ഷണം കൂടും. നമ്മളപ്പോൾ മനസ്സിലാക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ്. അതുകൊണ്ടാണ് ചില ആൾക്കാർ പള്ളിക്ക് കയറും, പള്ളിക്ക് കയറി വെക്കുമ്പോൾ പരീക്ഷണം